ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു ആശയം തന്നെയാണ്. അമേരിക്കയെ എങ്ങനെയെങ്കിലും തകർക്കണം. കുഴപ്പമില്ല, അമേരിക്ക തകരുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഞാനും ആഗ്രഹിക്കുന്നത് അമേരിക്ക തകരണം എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ അമേരിക്ക തകരുമ്പോൾ ഇവിടുത്തെ എല്ലാ അടിസ്ഥാനവും തകരുമെന്നതാണ് വാസ്തവം. അതാണൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രമേ അമേരിക്കയെ തകർക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവരും പ്രവചിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും കറക്റ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവരെല്ലാവരും യോഗികൾ തന്നെ. അവർക്ക് ഒരുപാട് ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പുരാണങ്ങളിലും, അത് ഹിന്ദുവിന്റെ ആയിരുന്നാലും ക്രിസ്ത്യൻസിന്റെ ആയിരുന്നാലും മുസ്ലിമിന്റെ ആയിരുന്നാലും, എല്ലാ ഗ്രന്ഥങ്ങളിലും നടക്കാൻ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവരെഴുതി വെച്ചിട്ടുള്ളൂ. അത് ഏത് മതക്കാർ എഴുതി വെച്ചു കഴിഞ്ഞാലും അവര് വരാൻ പോകുന്ന അവരുടെ കാഴ്ചപ്പാടുകള് അവരെഴുതി വെച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ മാറാത്ത മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവന്റെ മനുഷ്യന്റെ ബുദ്ധികൾ, മനുഷ്യബുദ്ധികൾക്ക് അതീതമായിട്ട് നിർമ്മിത ബുദ്ധി എപ്പോഴാണോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അവിടെ മുതലാണ് അവന്റെ ചിന്തകളെ ഏറ്റവും ടോപ്പിൽ എത്തിക്കുവാൻ മനുഷ്യ നിർമ്മിത ബുദ്ധികൾക്ക് കഴിയും. ഈ ഒരു കാര്യത്തില് ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കളും പുറകിലോട്ടല്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് യുക്രൈനിലെ യുദ്ധം നിയന്ത്രിക്കാനുള്ള കഴിവ് പോലും പുടിനില്ല. ആ സ്വന്തം രാജ്യത്തിൽ നടക്കുന്ന യുദ്ധത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത പുടിനാണ് ഇറാന് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിച്ച് അത് ഏത് അധികാരി ഇരുന്നാലും അവനെപ്പോഴും അവന്റെ രാഷ്ട്രത്തോട് മാത്രമേ കൂറുണ്ടാകത്തുള്ളൂ. ആ രാഷ്ട്രീയത്തെ പൊട്ടയാൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുമുള്ളത്. പക്ഷെ ഈ ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുടിനെ കൊണ്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്കക്കെതിരെ പുടിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ കപ്പാസിറ്റി പുടിന് നല്ലവണ്ണം അറിയാം, ചൈനയ്ക്കും അറിയാം. ഉത്തരകൊറിയയിലെ കിം ജോങ് ഉണ്ണിനും അറിയാം അമേരിക്കയുടെ പവർ എന്താണെന്നുള്ള കാര്യം. പക്ഷെ ഇവർ ഹോർമോസ് കടലിടുക്ക് തുറക്കണം. ഹോർമോസ് കടലിടുക്ക് എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശത്രുത ഉള്ള വ്യക്തികൾ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല, പ്രശ്നം പരിഹരിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഞാൻ മുമ്പേ ഫസ്റ്റിലേ പറഞ്ഞതല്ല, അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുടിൻ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം യുക്രൈന്റെ യുദ്ധം അവസാനിക്കുകയല്ലേ ചെയ്യേണ്ടത്. അവിടെയെങ്കിലും ഒരു സമാധാനം. ഈവൻ ഇവിടെ മൂന്നാമത് ഒരു സമാധാന കരാറിന് വരാൻ വേണ്ടി പുടിന് എന്ത് അവകാശമാണുള്ളത്? 5ാം തലമുറ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ലോകരാഷ്ട്രങ്ങൾ അതിന്റെ 1ാം തലമുറ പുറത്തിറക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു ചോദിക്കാതെ ഏത് രാഷ്ട്രത്തിന്റെ സീക്രട്ട് പവർ തന്നെയാണ്. ഒരു സാധനത്തിന്റെ 5 തീര അതിന്റെ ഹൈ പവർ കണ്ടുപിടിച്ചിട്ട് ഈ ഫസ്റ്റ് കണ്ടുപിടിച്ച സാധനം പുറത്തു വിടത്തുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ പറ? ആദ്യം പരീക്ഷിക്കുന്നത് ഫസ്റ്റ് തലമുറ പരീക്ഷിക്കത്തില്ല. ആ പരീക്ഷണത്തിന്റെ 5 തലമുറ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒരു പ്രോജക്റ്റ് പുറത്തു കൊടുക്കുന്നത്. ആരും ഏത് ലോകരാഷ്ട്രങ്ങൾ നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഇവിടുത്തെ നമ്മൾ വാർത്തയ്ക്കുന്ന നമ്മളാണ് വിഡ്ഢികൾ. നമ്മൾ വെറും വിഡ്ഢികളാണ്. അതിനെ കണ്ടുപിടിച്ച് വരുന്ന സമയത്തിന് അവനതിന്റെ അപ്പുറം ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ റഷ്യയോ ചൈനയോ എന്തുകൊണ്ട് നേരിട്ട് അമേരിക്കയോട് കൂട്ടുന്നില്ല? അങ്ങനെ സമാധാന കരാറിലെത്താൻ റഷ്യക്ക് കഴിവുണ്ടെങ്കിൽ ആദ്യം യുദ്ധം നിർത്തേണ്ടത് യുക്രൈനുമായിട്ടുള്ള യുദ്ധമാണ്. സ്വന്തം രാഷ്ട്രത്തിലോട്ട് വേറൊരു രാഷ്ട്രം അടിച്ചോളൂ. യുക്രൈൻ അറിയാലോ, യുക്രൈൻ റഷ്യയുമായിട്ട് വർഷങ്ങളെത്ര 10-14 വർഷങ്ങളായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണത്. അതിനെപ്പോലും സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇങ്ങനെയാണ് ഇറാന് സമാധാന കരാർ ഉണ്ടാക്കാൻ വരുന്നത്. അവിടെയാണ് നാം ഒളിഞ്ഞിരിക്കുന്ന ചതികൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്നാണെന്നറിയാലോ, ഹോർമോസ് കടലിടുക്ക് തുറക്കണം. ഹോർമോസ് കടലിടുക്ക് എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കണം.